ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നെനിക്ക് ഒരു ഓഫ് ഡേ ആണ്. പൊതുവേ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. രാവിലെ എണീക്കാമെന്ന് പറഞ്ഞാൽ അതിലും മടിയുള്ള കാര്യം എനിക്ക് വേറെ ഇല്ല. അപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാകുമ്പോൾ ഞാൻ പ്രത്യേകം കുറച്ച് കൂടുതൽ ഉറങ്ങും. ആദ്യം തന്നെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിൻഡോ ഒക്കെ ഒന്ന് തുറന്ന് കർട്ടനൊക്കെ ഒന്ന് തുറന്നിടും. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് വിരിക്കും. വിൻഡോ ഒക്കെ തുറന്ന് താഴേക്കൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം വായി നോക്കി നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആരുമില്ല പുറത്തൊന്നും. എല്ലാവരും എന്നെപ്പോലെ മടി പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. പിന്നെ ഞാൻ വേഗം പോയി ബ്രഷൊക്കെ ചെയ്ത് എണീക്കാൻ നേരം വൈകിയത് കൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് വേണ്ടാന്ന് സംഗീത് പറഞ്ഞു. നമുക്ക് ലഞ്ചിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ആകെ കൂടി വീക്ക്ലി 1 ഓഫാണ് കിട്ടാറ്. സത്യം പറയാലോ, നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ തോന്നും എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ എങ്ങനെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമായിരിക്കും. എനിക്ക് മാത്രമാണോ ഗൈസ് ഇങ്ങനെ? സത്യം പറയാലോ, നമ്മളെ വീട് വിട്ട് അല്ലെങ്കിൽ നമ്മളെ നാട് വിട്ട് എവിടൊക്കെ നമ്മൾ പോയാലും നമുക്ക് നമ്മളെ നാട്ടിലും ആ വീട്ടിലും കിട്ടുന്ന സുഖം ഇനി നമ്മൾ എവിടൊക്കെ പോയാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആ റിയാലിറ്റി എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പുറത്തൊക്കെ പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. വീട്ടിലാണെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡ് കഴിക്കാം. ഇവിടെ അമ്മേ ചോറ്, അമ്മേ ദോശ, അമ്മേ ചായ എന്ന് പറയുമ്പോൾ കൊണ്ടുതരാൻ ഇവിടെ ആരുമില്ല. പിന്നെ സംഗീതം നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പട്ടിണി ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നു. അപ്പം ഞാൻ വിചാരിക്കും, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ. വീക്കെൻഡ് ഡേയ്സിലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാറ്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് പൊതുവേ സമയം ഉണ്ടാവാറില്ല. സമയത്തിനെക്കാളും കൂടുതൽ മടി എന്ന് വേണമെങ്കിൽ പറയാം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുളി കുടിച്ച് കിടന്നുറങ്ങുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെതാ വീണ്ടും ഡ്യൂട്ടിക്ക് പോകാനായി. അതാണ് അവസ്ഥ. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഹെയറിൽ എന്താ തേക്കുന്നതെന്ന്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ തലയിൽ തേക്കുന്നത് താളിപ്പൊടിയാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നതായിരുന്നു. ചെമ്പരത്തിൻ്റെ ഇലയും കറിവേപ്പിലയും ചെമ്പരത്തിൻ്റെ പൂവും അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സംഭവം ഞാനല്ല ഉണ്ടാക്കിയത്, അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. സംഭവം പിടിക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓടിപ്പോയി ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. എത്ര പെട്ടെന്നാലേ ഒരു ഓഫ് ഡേ ഒക്കെ കഴിയുന്നത്. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇതാ ഉച്ചയായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നേരം വൈകിയാണ് എണീറ്റത്. പിന്നെ സംഗീത് അതിനിടയ്ക്കൊന്ന് പുറത്തൊക്കെ പോയിരുന്നു. അവൻ പുറത്ത് പോയി വന്ന് എനിക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു. ഇതിവിടെ പതിവാണ്. അവനിടയ്ക്ക് പുറത്തൊക്കെ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പം നല്ല ചൂടായതുകൊണ്ട് അവൻ നല്ല ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നു. ഐസ്ക്രീം ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് ലഞ്ച് കഴിക്കാനായിരുന്നു. ഈ ലഞ്ചൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ല, സംഗീതാണ്. നേരത്തെ പറഞ്ഞ പോലെ അവൻ അടിപൊളിയായി ഫുഡ് ഉണ്ടാക്കുന്നതും കൊണ്ട് ഞാൻ പട്ടിണി ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നു. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. ഒരു 40 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചൂട്. ഇനിയിപ്പോൾ 6 മാസം ഈ ചൂട് സഹിക്കണം. അതുകൊണ്ട് പകൽ സമയങ്ങളിലൊന്നും പുറത്ത് പോകാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഈവനിങ് ആയിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് പോലും കണ്ടില്ലേ എന്താ ഒരു വെയിൽ. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ മനാമയ്ക്ക് പോയി ഒരു ചായ കുടിച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.